നമസ്കാരം. ഈ മാസം 15-ാം തീയതിക്ക് മുമ്പ് പെട്രോളിന്റെയും ഡീസലിന്റെയും വില വർദ്ധിപ്പിച്ചേക്കുമെന്ന റിപ്പോർട്ടാണ് പുറത്തുവരുന്നത്. ദേശീയ മാധ്യമമായ ഇന്ത്യ ടുഡേ ടിവിയാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തത്. പെട്രോൾ ഡീസൽ വിലകൾക്കൊപ്പം വീട്ടിൽ ഉപയോഗിക്കുന്ന പാചകവാതകത്തിനും വില വർദ്ധിപ്പിച്ചേക്കും. പെട്രോളിനും ഡീസലിനും വില ലിറ്ററിന് 4 മുതൽ 5 രൂപ വരെ കൂട്ടാനാണ് തീരുമാനം. ഗാർഹിക LPG സിലിണ്ടറുകളുടെ വിലയിൽ 40 രൂപ മുതൽ 50 രൂപ വരെ വർധനവുണ്ടായേക്കാമെന്നും റിപ്പോർട്ടിൽ പറയുന്നു. കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിനാൽ എണ്ണവില വർധനവുണ്ടാകുമെന്ന് നേരത്തെ റിപ്പോർട്ടുണ്ടായിരുന്നു. ഇറാൻ യുദ്ധത്തിന് പിന്നാലെ ആഗോളതലത്തിൽ ക്രൂഡ് ഓയിൽ വില കുതിച്ചുയരുന്ന സാഹചര്യത്തിലാണ് ഇന്ത്യയിലും വില വർദ്ധിപ്പിക്കാൻ ഒരുങ്ങുന്നതെന്നാണ് ഔദ്യോഗിക ഭാഷ്യം. ക്രൂഡ് ഓയിൽ വില ഉയർന്നിട്ടും പെട്രോൾ ഡീസൽ വിലകൾ കൂട്ടാത്തതിനാൽ നിലവിൽ രാജ്യത്തെ എണ്ണ കമ്പനികൾക്ക് പ്രതിമാസം ഏകദേശം 30,000 കോടി രൂപയുടെ സാമ്പത്തിക നഷ്ടം നേരിടുന്നുണ്ടെന്നാണ് പറഞ്ഞു വയ്ക്കുന്നത്. ഇത്തരത്തിൽ മുന്നോട്ട് പോയാൽ പിടിച്ചു നിൽക്കാനാവില്ലെന്ന് കമ്പനികൾ കേന്ദ്ര സർക്കാരിനെ അറിയിച്ചിട്ടുണ്ടത്രേ. ഇതുകൂടി കണക്കിലെടുത്താവും കേന്ദ്രത്തിന്റെ തീരുമാനമുണ്ടാവുക എന്നും റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. പെട്രോൾ ഡീസൽ വില കൂടി വർദ്ധിക്കുന്നതോടെ രാജ്യത്ത് വിലക്കയറ്റമുണ്ടാകും. ഇത് ജനജീവിതം കൂടുതൽ ദുസ്സഹമാക്കും. അതുപോലെ അടുത്തിടെ വാണിജ്യ സിലിണ്ടറുകളുടെ വില വൻതോതിൽ വർദ്ധിപ്പിച്ചിരുന്നു. ഒറ്റയടിക്ക് 993 രൂപയാണ് വർദ്ധിപ്പിച്ചത്. ഇതോടെ ഹോട്ടൽ ഭക്ഷണത്തിന് വില കൂടി. പ്രധാന വിഭവങ്ങൾക്കെല്ലാം ശരാശരി 4 രൂപ മുതൽ 30 രൂപ വരെയാണ് വർദ്ധിപ്പിച്ചിരിക്കുന്നത്. ചായ 12 രൂപയ്ക്ക് കിട്ടിയിരുന്നത് ഇപ്പോൾ 16 രൂപയായി. 90 രൂപയ്ക്ക് ലഭിച്ചിരുന്ന ഊണിന് പലയിടത്തും ഇപ്പോൾ 120 രൂപ വരെ നൽകണം. ചിക്കൻ, ബീഫ്, മീൻകറി തുടങ്ങിയവയ്ക്കെല്ലാം വില വർദ്ധിപ്പിച്ചു. പൊറോട്ട, ചപ്പാത്തി ഇവയുടെ വില നേരത്തെ കൂട്ടിയതിനാൽ ഇപ്പോൾ മാറ്റമൊന്നും വന്നിട്ടില്ല. നിലവിൽ 19 കിലോ സിലിണ്ടറിന് 3085 രൂപയാണ് വില. ഇത്രയും വലിയ തുക നൽകി സിലിണ്ടറുകൾ വാങ്ങി ഹോട്ടലുകൾ നടത്തുക അസാധ്യമാണെന്നും സർക്കാർ ഇടപെട്ടില്ലെങ്കിൽ വരും ദിവസങ്ങളിൽ കൂടുതൽ ഹോട്ടലുകൾ വില കൂട്ടാൻ നിർബന്ധിതരാകുമെന്നും ഉടമകൾ വ്യക്തമാക്കുന്നു. ഏതായാലും അരാജകത്വം വരുമെന്ന് ഉറപ്പായി.